ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന്റെ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച് അഖിൽ. വരാൻ പോകുന്ന വർഷങ്ങൾ മോഹൻലാലിന്റെ ആണെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമ അറിയും എന്ന ഉൾവിളി തനിക്കുണ്ടാകുമെന്നാണ് അഖിൽ കുറിച്ചു. മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്ന് ആരാധകർ പോലും ചിന്തിച്ചു തുടങ്ങിയെന്നും അഖിൽ കൂട്ടിച്ചേർത്തിരുന്നു. കൂടാതെ താൻ മോഹൻലാലിന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും അഖിൽ പങ്കുവച്ചു. കുഞ്ഞാലിമരയ്ക്കൽ, എലോൺ, ആറാട്ടം, മോൺസ്റ്റർ, ബാറോസ്, മലയാളത്തിന്റെ മോഹൻലാൽ കാലം കഴിഞ്ഞു എന്ന് ആരാധകർ പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ലാലേട്ടന്റെ വീഴ്ച വിരോധികൾ ആഘോഷമാക്കി. ആത്മാവിനെ തിരിച്ചറിഞ്ഞ സത്സംഗിയായ ഒരു ത്യാഗിയായി സംഭവിക്കുന്നതെല്ലാം ഈശ്വരനിശ്ചയം മാത്രം. കർമ്മേതേ മാതേ കാരസ്യമ ഫലേഷു കഥാചന. അദ്ദേഹം കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചു. കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ലാലേട്ടന് പുതുവത്സര ആശംസകൾ നേരുന്ന എനിക്ക് വരാൻ പോകുന്ന വർഷങ്ങൾ മോഹൻലാൽ ആരാണെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമ അറിയും എന്ന് ഉൾവിളി. അന്നത്തെ ആശംസ ഇന്നത്തെ യാഥാർത്ഥ്യം ആയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും. പ്രിയപ്പെട്ട ലാലേട്ട, ഒരായിരം നന്ദി. ഈ മലയാള മണ്ണിലും ജനിച്ചെന്തിലും ഞങ്ങളുടെ ലാലേട്ടനായി മാറിയതിനും അപ്രഭാതത്തിൽ അത്ഭുതം ഒരു വിഷുവിന് എനിക്ക് കൈനീട്ടമായി എത്തിയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാത്തിനും ഒരായിരം നന്ദി. NB. അതിയായ സന്തോഷമാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ ആധാരം. അതേസമയം ദൃശ്യം 3യുടെ പൂജയിൽ പങ്കെടുത്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം സ്വീകരിക്കാനായി മോഹൻലാൽ ഇന്ന് ഡൽഹിയിലായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെ ദൃശ്യത്തിന്റെ പൂജയ്ക്ക് എത്തിയിരുന്നു. മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം 55 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു.